ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ജനസേവനമാണ് മികച്ച ഭരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തുർക്കി എയർലൈൻസുമായുള്ള കരാർ 3 മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ ഇൻഡിഗോ എയർലൈൻസിന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. വ്യാപക നാശനഷ്ടം, നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. LDF, UDF സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം ഇന്ന്. അമേരിക്കൻ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് സ്റ്റീൽ ഇറക്കുമതി തീരുവ 50% വർദ്ധിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. ജനസേവനമാണ് മികച്ച ഭരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ലോക്മാതാ ദേവി അഹല്യാഭായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മധ്യപ്രദേശിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യൻ നിലപാട് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നതിനായി നിയോഗിച്ച ഇന്ത്യൻ പാർലമെന്ററി സർവകക്ഷി സംഘങ്ങളുടെ പര്യടനം തുടരുന്നു. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊളംബിയ ഉപവിദേശകാര്യമന്ത്രിയുമായും ഏഷ്യ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. സമീപകാല സംഭവങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി ശ്രീ ശശി തരൂർ പറഞ്ഞു. We value very much the connection with BRICS, of which we are a founding member. We are also very, very attached to the growth of the global south, the countries of the developing world. And as far as India, which recently chaired the global south, is concerned, we would love to march together on the adventure of development and progress. തുർക്കി എയർലൈൻസുമായുള്ള വിമാന പാട്ടക്കരാർ 3 മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ ഇൻഡിഗോ എയർലൈൻസിന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ഡൽഹി ഉൾപ്പെടെ ഇന്ത്യയിലെ 9 പ്രധാന വിമാനത്താവളങ്ങളിൽ സർവീസുകൾ നടത്തിയിരുന്ന തുർക്കിയുമായി ബന്ധപ്പെട്ട സെലബി ഏവിയേഷന്റെ സുരക്ഷാ അനുമതി സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് നടപടി. തുർക്കി എയർലൈൻസിൽ നിന്ന് 2 ബോയിംഗ് 777 വിമാനങ്ങൾ പാട്ടത്തിനെടുത്ത് സർവീസ് നടത്താൻ ഇൻഡിഗോയ്ക്ക് മെയ് 31 വരെ അനുമതിയുണ്ടായിരുന്നു. പാചക എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% കുറച്ച് കേന്ദ്ര സർക്കാർ. അസംസ്കൃത പാം ഓയിൽ, സോയാബീൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവയുടെ തീരുവയാണ് കുറച്ചത്. പാചക എണ്ണകളുടെ ചില്ലറ വിൽപ്പന വില കുറയ്ക്കുന്നതിനും ആഭ്യന്തര സംസ്കരണ കമ്പനികളെ സംരക്ഷിക്കുന്നതിനുമാണ് നടപടി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ധനകാര്യ മന്ത്രാലയം ഇന്നലെ അടിയന്തര പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അതേസമയം ശുദ്ധീകരിച്ച എണ്ണയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 32.5% തുടരും. രാജ്യത്തെ വിദേശ നാണ്യശേഖരത്തിൽ $690 കോടി വർധന. ഈ മാസം 23 വിദേശ നാണ്യശേഖരം $692.7 ബില്യൺ എത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിദേശ കറൻസികളുടെ ശേഖരം $586.1 ബില്യൺ സ്വർണത്തിന്റെ ശേഖരം $83.58 ബില്യൺ ഉയർന്നിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭരത രാജ്യത്തിന്റെ തന്ത്രപരമായ സ്വയംഭരണം സംരക്ഷിക്കുന്നതിന് മാത്രമല്ല, വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും നിർണായകമാണെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ന്യൂഡൽഹിയിൽ പ്രതിരോധ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ഡോർണിയർ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങൾ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. ഷാങ്ഗ്രില ഡയലോഗ് 2025 ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തി ഇൻഡോ പസഫിക് മേഖലയ്ക്കുള്ള സ്വതന്ത്രമായ പ്രതിബദ്ധത വീണ്ടും ഉറപ്പാക്കി ഇന്ത്യയും ബ്രസീലും. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനും ബ്രസീൽ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അഡ്മിറൽ അഗ്വയർ ഫ്രയറും നടത്തിയ ചർച്ചയിൽ പ്രാദേശിക സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. പുകയില ഉപയോഗത്തിന്റെ അപകടങ്ങൾക്കെതിരായ അവബോധം ലക്ഷ്യമിട്ട് ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ലോകമെമ്പാടുമായി ഏകദേശം 1.3 ബില്യൺ ആളുകൾ പുകയില ഉപയോഗിക്കുന്നു എന്നാണ് WHO കണക്കുകൾ. പുകയിലയുടെ 2ാമത്തെ വലിയ ഉപഭോക്താവും ഉൽപാദകരുമാണ് ഇന്ത്യ. 1987 ലോക പുകയില വിരുദ്ധ ദിനം ആദ്യമായി ആചരിച്ചത്. ലക്ഷദ്വീപിലെ നാവിക ആസ്ഥാനമായ INS ദ്വീപ് രക്ഷകിന്റെ പൊതുജന സമ്പർക്ക പരിപാടികളുടെ ഭാഗമായി കവരത്തി ദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. ജീവൻ രക്ഷാ ഉപകരണങ്ങളും വിതരണം ചെയ്തു. തീരദേശ സുരക്ഷാ നിരീക്ഷണങ്ങളിൽ നിർണായക സേവനങ്ങൾ നൽകി വരുന്ന മത്സ്യത്തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാടൻ മേഖല ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി വെള്ളം കയറി. സംസ്ഥാന പാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് KSRTC ഉൾപ്പെടെയുള്ള സർവീസുകൾ നിർത്തിവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മലയോര മേഖലയിൽ അടക്കം മഴ ശക്തമായി തുടരുന്നതിനാൽ നദികൾ കരകവിയുന്ന സാഹചര്യമുണ്ടായി. അപ്പർ കുട്ടനാടൻ മേഖലയിൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം കൂടുതൽ എത്തുമെന്നതിനാൽ കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിലെ അച്ചൻകോവിൽ, കോന്നി JD സ്റ്റേഷനിലും മണിമല, വള്ളംകുളം സ്റ്റേഷനിലും ഓറഞ്ച് ജാഗ്രതയും, പമ്പ നദിയിൽ ആറന്മുള സ്റ്റേഷൻ, അച്ചൻകോവിൽ നദിയിൽ പന്തളം സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതയും നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. കണ്ണൂരിൽ ഇന്ന് പകൽ മഴയുടെ ശക്തി കുറഞ്ഞു. എങ്കിലും മഴക്കെടുതിയുടെ തീവ്രത കുറഞ്ഞിട്ടില്ല. വലിയ തോതിലുള്ള കൃഷിനാശവും ഉണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. തലശ്ശേരിയിലും കടന്നപ്പള്ളിയിലുമായി ജില്ലയിൽ ഇപ്പോൾ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാട്യം മുതിയങ്ങിയിൽ തോട്ടിൽ വീണ് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കാർഷിക മേഖലയിൽ 222 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 15 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. 632.1 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇരുവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ UDFൽ ചേരാനോ ഇല്ലെന്ന് PV അൻവർ വ്യക്തമാക്കി. നിലമ്പൂരിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനം തീരുമാനിക്കട്ടെയെന്നും CPMുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. തുമ്പമൺ, പന്തളം എന്നിവിടങ്ങളിലാണ് ഇന്ന് ക്യാമ്പയിൻ. ഇതുകൂടാതെ ഓൺലൈൻ ക്യാമ്പയിനും നടക്കും. കോന്നി, വള്ളിക്കോട്, തണ്ണിത്തോട്, മലയാലപ്പുഴ എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഇന്നലെ ക്യാമ്പയിൻ നടന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, ആത്മാ പത്തനംതിട്ട എന്നിവ സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അമേരിക്കൻ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനായി സ്റ്റീൽ ഇറക്കുമതിയുടെ തീരുവ 25% നിന്ന് 50% വർദ്ധിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പീറ്റ്സ്ബർഗിൽ പെൻസിൽവാനിയ സ്റ്റീൽ തൊഴിലാളികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പീറ്റ്സ്ബർഗിന്റെ കരുത്തും അഭിമാനവും കൊണ്ടാണ് അമേരിക്കയുടെ ഭാവി കെട്ടിപ്പടുക്കേണ്ടതെന്ന് ട്രംപ് പറഞ്ഞു. 55ാമത് വാച്ച് ആൻഡ് ജ്വല്ലറി മിഡിൽ ഈസ്റ്റ് ഷോ ഷാർജയിൽ ആരംഭിച്ചു. രാജ്യത്തിന്റെ രൂപകൽപ്പന മികവും കരകൌശല വൈദഗ്ധ്യവും ഉയർത്തിക്കാട്ടുന്ന 11 കമ്പനികളുടെ ഇന്ത്യൻ പവലിയൻ ശ്രദ്ധേയമാകുന്നു. ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിലാണ് ഇന്ത്യയുടെ പങ്കാളിത്തം ഏകോപിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ 2ാം ക്വാളിഫയറിൽ ഇടം ഉറപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തിയാണ് നേട്ടം. നാളെ നടക്കുന്ന 2ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സാണ് മുംബൈയുടെ എതിരാളി. ജൂൺ 3-നാണ് ഫൈനൽ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ഗുൽബീർ സിംഗ് 2ാം സ്വർണം നേടി. പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തിലാണ് 2015 മുൻ റെക്കോർഡ് മറികടന്ന് ഗുൽബീർ സിംഗ് സ്വർണം നേടിയത്. വനിതകളുടെ ഹൈജമ്പിലും ഹെപ്റ്റാത്തലണിലും ഇന്ത്യൻ താരങ്ങൾ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ V ശ്രീനിവാസ് മുഖ്യാതിഥിയായി. രാജ്യത്തിനുവേണ്ടി സേവനമനുഷ്ഠിക്കുന്നത് അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണമെന്ന് വൈസ് അഡ്മിറൽ ശ്രീനിവാസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസേവനമാണ് മികച്ച ഭരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തുർക്കി എയർലൈൻസുമായുള്ള കരാർ 3 മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ ഇൻഡിഗോ എയർലൈൻസിന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. വ്യാപക നാശനഷ്ടം. നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. LDF UDF സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം ഇന്ന്. അമേരിക്കൻ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് സ്റ്റീൽ ഇറക്കുമതി തീരുവ 50% വർദ്ധിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.